മലയാളത്തിലെ ആദ്യ സോംബി പടമായ മഞ്ചേശ്വരം മാഫിയ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. വേറൊരു സോംബി പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നാളെ വരുന്നുണ്ട്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ വീക്കെൻഡ് യൂണിവേഴ്സിലുള്ള മൂന്നാമത്തെ ചിത്രമാണത്. വീക്കെൻഡിൻ്റെ യൂണിവേഴ്സിലെ ആദ്യ ചിത്രം മിന്നൽ മുരളിയാണ്. നാളെ വൈകിട്ട് 4 മണിക്ക് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ റിവീൽ ഉണ്ടാവും. ആഷിഖ് കപൂറിൻ്റെ റിഫിൽ ക്ലബ് എന്ന സിനിമയുടെ 5 ദിവസത്തെ ഗ്ലോബൽ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 10,72,00,000 രൂപയാണ് സിനിമ 5 ദിവസം കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കും ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക. രാഹുൽ സദാശിവൻ്റെ ബ്രഹ്മയുഗം, ഭൂതകാലം എന്നീ സിനിമകളൊക്കെ ഹൊറർ ത്രില്ലറായിരുന്നു. അതേ ജോണറിൽ എടുക്കുന്ന സിനിമ തന്നെയാണ് രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാൽ ചിത്രവും. മാർക്കോ സിനിമയിൽ റിയാസ് ഖാൻ ഉണ്ടായിരുന്നെന്ന് നമ്മൾ അറിഞ്ഞതാണ്. റിയാസ് ഖാൻ്റെ രംഗങ്ങളൊന്നും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. എന്നാൽ OTTയിൽ റിയാസ് ഖാൻ്റെ രംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ ബ്രൂട്ടലായുള്ള സീനുകളൊന്നുമല്ല റിയാസ് ഖാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഫ്ലാഷ് ബാക്ക് സീനുകളിലാണ് റിയാസ് ഖാൻ്റെ കഥാപാത്രം മാർക്കോ സിനിമയിൽ വരുന്നത്. റിയാസ് ഖാൻ നല്ലൊരു കഥാപാത്രമാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളതെന്നും ഉണ്ണിമുകുന്ദൻ്റെ ഒരു വ്യത്യസ്തമായ ലുക്കാണ് ഫ്ലാഷ് ബാക്ക് സീനുകളിലുള്ളതെന്നും സിനിമയുടെ പ്രൊഡ്യൂസർ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും മാർക്കോ സിനിമയുടെ OTT റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.